ഹായ് നമസ്കാരം. ഞാനാണ് ഈ ചാനലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തി. എൻ്റെ പേര് ബിന്ധ്യ. സ്വദേശം വരുന്നത് തിരുവനന്തപുരം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ 2026 പുതിയൊരു തുടക്കം, ഇങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകത, ഞാനൊരു ഞാൻ കുറച്ചധികം ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ റീസെൻ്റായിട്ട് ഇട്ടൊരു ഷോർട്ടുണ്ട്, ആശാൻ്റെ കാൽ നിന്ന് പ്ലാസ്റ്റർ കട്ട് ചെയ്യുന്ന ഒരു സീൻ എന്ന് പറഞ്ഞിട്ട്. ആ ആശാനാണ് ഈ ആശ. ഇത് ആശാനുള്ള ആശാത്തിയാണ്. അപ്പോൾ ഇവളുടെ ഒരു കാലിൽ നിന്ന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ അത് വലിയ രസകരമായിട്ടുള്ള കഥയൊന്നുമല്ല. അപ്പം കഴിഞ്ഞ വർഷം ജാനുവരിയിൽ ഒരു ചെറിയ രീതിയിൽ ഇവളുടെ കൈ ഒന്ന് ഫ്രാക്ചറായി. അതായത് ഡിസ്റ്റൽ എൻഡാണ് ആക്ച്വലി ഫ്രാക്ചറായത്. ഡിസ്റ്റൽ എൻഡാണ് ഫ്രാക്ചറായത്. അപ്പോൾ വളരെ ഈ അറ്റം ഭാഗമാണ്. നിങ്ങൾക്കിപ്പോൾ അത് കാണുമ്പോൾ അറിയാം. ഇപ്പോൾ ഈ കൈക്കധികം ഈ ഒരു വർഷമായിട്ട് നമ്മൾ ബാൻഡ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഒരു 3 സർജറി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ. അതായത് ആദ്യം ഒരു പിന്നിങ് ചെയ്തു, രണ്ടാമത് ഇവൾക്ക് പ്ലേറ്റിങ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഈ പ്ലേറ്റ് എന്ത് ചെയ്തു വെച്ചാൽ, പ്ലേറ്റ് ഈ സ്കിന്നിൽ നിന്നിൻ്റെ പുറത്തുനിന്ന് കാണാൻ തുടങ്ങി, വിസിബിളായി തുടങ്ങി. അകത്തിട്ട സാധനം പുറത്ത് കാണാൻ തുടങ്ങി. കാരണം വളരെ മെലിഞ്ഞ കൈയാണ്, ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മസിൽസ് ഡെവലപ്ഡ് അല്ല. അപ്പോൾ ഈ കൈയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്ര ഒരു വലിപ്പം ഈ കൈക്ക് ഇപ്പം ഇല്ല. അതിനി ഗ്രാജ്വലി വളർന്ന് റെഡിയായി വരണം. കുറച്ച് എക്സസൈസ് കൊടുത്ത് റെഡിയാക്കി എടുക്കേണ്ടതാണ്. അപ്പം ആ ഒരു ഷോട്ടിൻ്റെ പിന്നിൽ ഇതാണ് ആക്ച്വലി ഒരു കഥ, ഫ്രാക്ചറായി പോയി എന്നുള്ളത്. അപ്പം കുറച്ചധികം തന്നെ നമ്മൾ പണിയെടുത്തു ഇതിനകത്ത്. ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഞങ്ങളും ഒക്കെ വളരെ കഷ്ടപ്പെട്ടു. പിന്നെ ഇവള് നന്നായിട്ട് സഹകരിക്കുന്നതായതുകൊണ്ട് വളരെ കഷ്ടപ്പാടായിരുന്നു. കാരണം നിങ്ങൾ ആ ഒരു ഷോട്ടിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അവളെ അനസ്തേഷ്യ കൊടുത്തിട്ടിരിക്കുകയാണ്. അല്ലാത്ത പക്ഷം ആൾ ഒന്നിനും റെഡിയല്ല. ഇവൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഈ ഒരു നെയിൽ കട്ട് ചെയ്യാനോ ഒന്നും ആൾ ഒട്ടും കോപ്പറേറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ. അപ്പം ഞാൻ ആ ഒരു ഷോട്ട് ഇട്ടപ്പോഴത്തേക്കും ആദ്യമായാണ് അതിനകത്ത് ഇത്രയും ആൾക്കാർ അത് വ്യൂ ചെയ്തത്. ഒരു 22K ആൾക്കാരെങ്കിലും അത് വ്യൂ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ. അതുമാത്രമല്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും എനിക്ക് അറിയാത്ത ആൾക്കാരാണ്. കാരണം ഞാൻ അധികം ഈ ചാനൽ തുടങ്ങിയിട്ട് കുറേ ആയെങ്കിൽ പോലും ഞാൻ ആരോടും അങ്ങനെ ഇതെന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയൊന്നും ഞാനങ്ങനെ പറഞ്ഞ് നടന്നിട്ടില്ല. വളരെ ചുരുക്കം കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള, അവരെന്നെ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി കൂടുതലും ഈ 100-ൽ എത്തിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിഷ്ടപ്പെട്ട വന്ന ആൾക്കാരാണ്. അത് പകുതിയും എനിക്കറിയാത്ത ആൾക്കാരും എന്നെ അറിയാത്ത ആൾക്കാരും തന്നെയാണ് അതിൽ കൂടുതലും. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് 100 സബ്സ്ക്രൈബേഴ്സ് ആയതിൽ. പിന്നെന്താണ്, അപ്പോൾ ഒരു പ്രചോദനമായി എന്തായിരുന്നാലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ അതാണ് ആ ഒരു ഷോട്ടിൻ്റെ പിന്നിലുള്ളൊരു കഥ.